നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ഒരു നേട്ടത്തിൻ്റെ, ഒരു പൂർത്തീകരണത്തിൻ്റെയൊക്കെ ഒരു ഘട്ടം ഇതിനോടകം തന്നെ ആരംഭിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഒരു ഘട്ടത്തിലേക്ക് നിങ്ങളിൽ പലരും എത്തിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. സാമ്പത്തിക സമൃദ്ധി, സാമ്പത്തികമായിട്ടുള്ള ഒരു സ്ഥിരത നിങ്ങൾക്ക് വന്ന് ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വന്ന് ചേരുന്ന സമ്പത്തും സമൃദ്ധിയും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്കും അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ കുടുംബത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളത് കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിങ്ങൾ വളരെയധികം വിശ്വാസം അർപ്പിക്കുന്നുണ്ട്. അതായത് ഏതൊരു സാഹചര്യത്തിലും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് നിങ്ങൾ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ നിന്നുള്ള ഒരു സ്നേഹത്തിലും പിന്തുണയിലും നിങ്ങൾ വളരെയധികം സമാധാനവും സന്തോഷവും കണ്ടെത്തുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളിൽ പല ആളുകളും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബജീവിതമാണ് ഇപ്പോൾ മുന്നോട്ട് നയിക്കുന്നത് എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും ഏതോ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചിന്തിച്ച് അമിതമായിട്ട് വിഷമിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ച് നിങ്ങളിൽ വല്ലാത്ത ഭയം, ഉത്കണ്ഠ, നെഗറ്റീവ് ചിന്തകളൊക്കെ കയറി കൂടിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ആ ഒരു ചിന്ത നിങ്ങളുടെ ഉറക്കത്തെ പോലും കാര്യമായിട്ട് ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമാധാനത്തോടെ ഉറങ്ങാൻ പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളെ പൊട്ടിച്ചു മാറ്റിക്കൊണ്ട് നിങ്ങൾ പുറത്തേക്ക് വരണം. നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴൊക്കെ നെഗറ്റീവ് ചിന്തകൾ കടന്നു വരുന്നോ അപ്പോഴൊക്കെ ആ ചിന്തകളെ നിങ്ങൾ പോസിറ്റീവ് ചിന്തകളാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യ ചിന്തകൾ നിങ്ങളുടെ സാഹചര്യങ്ങൾ കൂടുതൽ മോശം അവസ്ഥയിലേക്ക് എത്തിക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അതിനാൽ തന്നെ നിങ്ങളുടെ ചിന്താഗതിയിൽ മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരുത്തേണ്ടതാണ്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും വളരെ ബുദ്ധിപൂർവം പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളതെന്ന് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുൻപായിട്ടും അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കുക. നിങ്ങൾ ചെയ്യാൻ പോകുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് കാണുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ വളരെ പ്രയാസകരമായിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാനും പിന്തുണയ്ക്കാനുമൊക്കെ ആരൊക്കെയോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അത് വളരെ വേഗത്തിലാവാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിലും ഒരുപക്ഷെ പല വ്യക്തികളാലും പല സാഹചര്യങ്ങളാലും നിങ്ങളുടെ പരിശ്രമങ്ങളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാവാം. അപ്പോൾ അത്തരം തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി നിങ്ങളുടെ ആ ഒരു യാത്ര അത് വളരെ എളുപ്പത്തിൽ ആവും എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഒരു പുരോഗതി നിങ്ങൾക്കുണ്ടാവുന്നുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ വളർച്ചയുണ്ടാവുന്നതിലൂടെ, അതേപോലെ തന്നെ പുതിയൊരു ജോലി ലഭിക്കുന്നതിലൂടെ, കൂടാതെ സാമ്പത്തികത്തിനുള്ള പുതിയ ചില വഴികൾ തുറന്നു കിട്ടുന്നതിലൂടെയൊക്കെ സാമ്പത്തിക പുരോഗതി നിങ്ങൾക്കുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ കൂടുതൽ ആളുകളും അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കൊണ്ട് വളരെയധികം ഭയപ്പെടുന്ന, ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളതെന്നാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും നിങ്ങളിലെ അത്തരം അനാവശ്യമായിട്ടുള്ള ആ ഒരു ചിന്തകളിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് സ്വസ്ഥത, സമാധാനം ഇവയൊക്കെ വന്ന് ചേർന്ന് നിങ്ങൾക്കൊരു ഊർജ്ജസ്വലത കൈവരാൻ പോവുകയാണ്. മനസ്സറിഞ്ഞ് നിങ്ങൾ സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ്. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശ്രമം ഉടനെ തന്നെ ഫലം കാണും എന്നുള്ളതാണ് കാണുന്നത്. ഇപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ
ബിസിനസ്, വിവാഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിക്കാനായിട്ട് വളരെയധികം ശ്രമങ്ങൾ നിങ്ങളിൽ പലരും ഇപ്പോൾ നടത്തുന്നുണ്ടാവാം. എന്നാൽ അത്തരം ശ്രമങ്ങൾ നടത്തുമ്പോഴും കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു തലത്തിലേക്ക് വന്ന് ചേരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ പലരിലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് വരുന്നില്ല എന്ന് ചിന്തിച്ച് പലരും നിരാശപ്പെടുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇവിടെ വിജയം നിങ്ങളുടെ തൊട്ടടുത്ത് എത്തി എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതിനാൽ തന്നെ നിരാശപ്പെടാതെ നിങ്ങളുടെ ശ്രമങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക. തീർച്ചയായിട്ടും അതിൻ്റെ ഫലം വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധി, കഴിവ് ഇവയൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ചില പദ്ധതികൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. കൂടാതെ ഇവിടെ വളരെയധികം ദുഷ്കരമായിട്ടുള്ള ഒരു തീരുമാനത്തെ നേരിടുന്ന ഒരു സാഹചര്യം നിങ്ങളിൽ പലർക്കും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നിൽ ഒന്നിൽ കൂടുതൽ അവസരങ്ങളുണ്ട്. പക്ഷേ ഏത് തിരഞ്ഞെടുക്കണമെന്നുള്ള ഒരു വ്യക്തമായ ധാരണ നിങ്ങൾക്കില്ല. എല്ലാ അവസരങ്ങളെക്കുറിച്ചും നല്ലതും മോശവുമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ട്. അതിനാൽ തന്നെ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള മികച്ച ഒരു അവസരം തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങൾ ബുദ്ധിപരമായിട്ട് നീങ്ങേണ്ടതാണ്. നിങ്ങളുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി, അതായത് നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ സാഹചര്യങ്ങൾ യഥാർത്ഥത്തിൽ എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഏറ്റവും നല്ല അവസരം ഏതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം നൽകി മുന്നോട്ട് പോകുന്ന ആളുകളാണ് നിങ്ങൾ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു ഭാഗ്യത്താലും ഈശ്വരാനുഗ്രഹത്താലും നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്ന പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ അതിജീവിച്ച് ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാര്യങ്ങളിലും ഒരു ശുഭപ്രതീക്ഷ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ നിങ്ങൾ വിശ്വസിക്കുന്നത് ഏത് ശക്തിയിലാണോ ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.